ഇന്ന് ചിക്കൻ ഗ്രില്ലാക്കിയാലോ? ഈ ചോദ്യത്തിന്റെ മറുപടിയാണ് ദാ നിങ്ങൾ ഈ കണ്ടോണ്ടിരിക്കുന്നത്. ആദീസ് ന്യൂട്രിക്കവലിലേക്ക് വീണ്ടും സ്വാഗതം. ഒരു 1 hourൽ നല്ല അടിപൊളി ചിക്കൻ ഗ്രില്ല് നമുക്ക് വീട്ടിലുണ്ടാക്കി എടുത്താലോ? അതും ഒരു ഇത്തിരി പോലും കളറിംഗ് ഏജന്റോ പ്രിസർവേറ്റീവ്സോ ഒന്നുമില്ലാതെ നല്ല ഹെൽത്തി ആയിട്ട് അതും അടിപൊളി ടേസ്റ്റിൽ ഈ ഗ്രില്ല് നമുക്കൊന്ന് കുക്ക് ചെയ്തെടുത്താലോ? അപ്പൊ എങ്ങനെയാണെന്ന് നോക്കാം. ആദ്യം തന്നെ നമുക്ക് ഇതിന്റെ മസാല തയ്യാറാക്കി എടുക്കാം. അതിന് നമുക്ക് ആദ്യം വേണ്ടത് ഇഞ്ചിയും വെളുത്തുള്ളിയും പേസ്റ്റ് ആണ്. അതിന് വേണ്ടിയിട്ട് ഞാൻ ഈ കാണുന്ന അളവിൽ ഇഞ്ചിയും വെളുത്തുള്ളിയും മിക്സിയുടെ ജാറിലിട്ട് നന്നായി ഒന്ന് അരച്ചെടുക്കുന്നുണ്ട്. ഇനി നമ്മൾ ചിക്കൻ മാരിനേറ്റ് ചെയ്യാൻ എടുത്തിട്ടുള്ള പാത്രത്തിലേക്ക് ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ഇട്ടിട്ട് ബാക്കി പൊടികളൊക്കെ ചേർത്ത് കൊടുക്കുകയാണ്. ഞാനിവിടെ എടുത്തിട്ടുള്ള മസാല 2 ചിക്കൻ ഉള്ളതാണ്. സോ നമ്മൾ എടുക്കുന്ന ചിക്കൻ അനുസരിച്ചിട്ട് മസാലയിൽ വ്യത്യാസം വരുത്തിക്കോളാം. 1 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും 2 ടീസ്പൂൺ മുളക് പൊടിയും 2 ടീസ്പൂൺ കാശ്മീരി മുളക് പൊടിയും 3 ടീസ്പൂൺ ഗരം മസാലയും കൂടെ ആഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഇതിലേക്ക് 1 മുറി നാരങ്ങ പിഴിഞ്ഞു വെച്ചത് ചേർത്ത് കൊടുക്കുകയാണ്. കസ്തൂരി മേത്തി 1 ടേബിൾ സ്പൂൺ ആഡ് ചെയ്യുന്നുണ്ട്. ഇത് ഓപ്ഷണൽ ആണ്. കസ്തൂരി മേത്തി എന്ന് പറയുമ്പോൾ നമ്മുടെ ഉലുവയുടെ ഉണങ്ങിയല്ല, അതിന്റെ ടേസ്റ്റ് ഒന്നും കൂടി കൂടുന്നതായിട്ട് നമുക്ക് കാണാം. ആവശ്യത്തിന് ഉപ്പും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇനിയാണ് ഇതിലെ മേജർ ഇൻഗ്രീഡിയന്റ് എന്ന് പറയുന്നത് നമ്മുടെ തൈര്. ഞാനിവിടെ കട്ട തൈരാണ് എടുത്തിട്ടുള്ളത്. നമ്മുടെ ലൂസായിട്ടുള്ള തൈര് വേണമെങ്കിൽ ആഡ് ചെയ്ത് കൊടുക്കാം. ഈ തൈരിലാണ് നമ്മൾ ഈ മസാല മിക്സ് ചെയ്തെടുക്കുന്നത്. സോ ഇത്തിരി എരിവ് കൂടുതലാണെന്നൊക്കെ തോന്നി കഴിഞ്ഞാൽ തൈര് ഒഴിച്ചിട്ട് നമുക്കത് ബാലൻസ് ചെയ്യാവുന്നതാണ്. അപ്പൊ മസാല ഇവിടെ റെഡി ആയിരിക്കുകയാണ്. ഇത് നമ്മൾ ചിക്കനിൽ മാരിനേറ്റ് ചെയ്തിട്ട് ഒരു രാത്രി ഫ്രിഡ്ജിൽ വെക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് ഗ്രില്ല് ചെയ്തെടുക്കുന്ന സമയത്ത് നല്ല ടേസ്റ്റിൽ കിട്ടും. കാരണം ചിക്കൻ്റെ ഉള്ളിലേക്കൊക്കെ നന്നായിട്ട് ആ മസാല ഇറങ്ങിയിട്ടുണ്ടാവും. അതേപോലെ തന്നെ നമ്മൾ ഈ മസാല പുരട്ടുന്ന സമയത്ത് ചിക്കൻ നന്നായി കഴുകി വൃത്തിയാക്കിയിട്ട് വെള്ളം മൊത്തം ഒപ്പിയെടുത്തതിന് ശേഷം വേണം ഈ കാണുന്നത് പോലെ മസാല തേച്ച് പിടിപ്പിക്കാനായിട്ട്. നമുക്കിത് കുറച്ചു നേരം ഒന്ന് ചില്ലറിൽ ഫ്രിഡ്ജിൽ വെക്കാം. സോ നമ്മുടെ ചിക്കൻ മസാലയൊക്കെ പിടിച്ച് സെറ്റ് ആകുമ്പോഴേക്കും നമുക്കൊരു മയണൈസ് ഉണ്ടാക്കിയെടുക്കാം. മിക്സിയുടെ ജാറിലേക്ക് ബോയിൽഡ് എഗ് ആഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. അതിൻ്റെ കൂടെ 2 വെളുത്തുള്ളിയുടെ അല്ലിയും ആവശ്യത്തിന് ഉപ്പും കുറച്ച് വിനാഗിരിയും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. നമ്മുടെ ടേസ്റ്റിനനുസരിച്ച് വിനാഗിരി ചേർക്കാം. കൺസിസ്റ്റൻസിക്ക് ആയിട്ട് വേണമെന്നുണ്ടെങ്കിൽ നമുക്ക് വെള്ളവും ചേർത്തിട്ട് നന്നായിട്ടൊന്ന് അരച്ചെടുക്കാം. ഈ ബോയിൽഡ് എഗ് മയണൈസിന്റെ വീഡിയോ നമ്മൾ മുൻപ് ചെയ്തിട്ടുണ്ട്. ഇതിലേക്ക് ചില്ലി ഫ്ലേക്സോ അല്ലെങ്കിൽ കുരുമുളകോ ഒക്കെ നമ്മുടെ ടേസ്റ്റിനനുസരിച്ച് ആഡ് ചെയ്ത് കൊടുക്കാവുന്നതാണ്. സോ എൻ്റെ മയണൈസ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇങ്ങനെ ബോയിൽഡ് എഗ് കൊണ്ട് ഉണ്ടാക്കുന്ന മയണൈസ് നമുക്കൊരു 3 ദിവസം വരെ നമ്മുടെ ചില്ലറിൽ സൂക്ഷിക്കാവുന്നതുമാണ്. അപ്പൊ ഇനി നമുക്ക് ഗ്രില്ലിന്റെ കാര്യങ്ങളൊക്കെ റെഡിയാക്കാം. ഞാൻ അവന്റെ ട്രേ എടുത്തിട്ടുണ്ട്. അതേപോലെ തന്നെ അതിലൊരു ബട്ടർ പേപ്പർ വിരിച്ചു കൊടുക്കുകയാണ്. എന്നിട്ട് അതിന്റെ മുകളിലേക്ക് ഞാൻ ഗ്രില്ല് വെച്ച് കൊടുക്കുന്നുണ്ട്. കാരണം ആ ഗ്രേവി ഒക്കെ താഴെ വീഴാതിരിക്കാൻ വേണ്ടിയിട്ടാണ് ഞാനിത് ചെയ്തത്. പക്ഷെ കുറച്ച് കഴിഞ്ഞിട്ട് നമ്മൾ ആ ടൈം പീരീഡിന്റെ ഒരു പകുതി ആയപ്പോൾ ഞാൻ ഈ ട്രേ എടുത്ത് മാറ്റിയിട്ടുണ്ടായിരുന്നു. ട്രേ എടുത്ത് മാറ്റിയപ്പോഴാണ് അത് കുറച്ചുകൂടെ നന്നായിട്ട് ഗ്രില്ലായിട്ട് വന്നത്. ഗ്രില്ല് ഇതുപോലെ നമ്മൾ ആ ട്രേയുടെ മുകളിൽ വെച്ചതിന് ശേഷം ഓയിൽ തേച്ച് കൊടുക്കുന്നുണ്ട്. ഇവിടെ വേണമെന്നുണ്ടെങ്കിൽ മസാലയിൽ നമുക്ക് ഓയിൽ എക്സ്ട്രാ ആഡ് ചെയ്യാം. ഞാനിത് ചെയ്തിട്ടില്ല, കുറച്ചും കൂടെ ഹെൽത്തി ആയിക്കോട്ടെ എന്ന് വിചാരിച്ചിട്ടാണ്. സോ ഞാനിവിടെ മുകളിൽ സ്പ്രെഡ് ചെയ്ത് കൊടുക്കുന്നത് ഒലിവ് ഓയിലാണ്. നമ്മളിങ്ങനെ ഓയിൽ സ്പ്രെഡ് ചെയ്ത് കൊടുക്കുന്നത് ഒട്ടിപ്പിടിക്കാതിരിക്കാൻ വേണ്ടിയിട്ടാണ്. സോ നന്നായിട്ട് ഓയിൽ എല്ലാ സ്ഥലത്തും നന്നായിട്ട് സ്പ്രെഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഒന്ന് ബ്രഷ് ചെയ്ത് വിടുകയാണ് ചെയ്തത്. അങ്ങനെ ഓയിലൊക്കെ സ്പ്രെഡ് ചെയ്തിട്ട് ഞാനിവിടെ ഇത്രയും ചിക്കൻ പീസാണ് എടുത്തിട്ടുള്ളത്. 2 കോഴിയുടെ മസാലയാണ് നമ്മൾ എടുത്തതെങ്കിലും ഞാൻ ഇത്രയും പീസ് മാത്രമാണ് ഇപ്പോൾ ഗ്രില്ല് ചെയ്യാനായിട്ട് പോകുന്നത്. സോ നമ്മളെല്ലാം സെറ്റ് ചെയ്തിട്ട് അവനിൽ വെച്ചിട്ടുണ്ട്. അപ്പം ഞാൻ ചിക്കനൊക്കെ സെറ്റ് ചെയ്യുന്നതിന് മുമ്പായിട്ട് 250 ഡിഗ്രി സെൽഷ്യസിൽ 10 മിനിറ്റ് അവൻ ഫ്രീ ഹീറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. ഇനി നമ്മളൊരു 40 മിനിറ്റ്സിലേക്കാണ് വെച്ചിട്ടുള്ളത്. ഒരു 30 മിനിറ്റ് കഴിയുമ്പോഴത്തേക്കും നമുക്ക് ഈ ചിക്കൻ എല്ലാം എടുത്തിട്ടൊന്ന് തിരിച്ചു വെക്കണം. ചിക്കൻ നല്ല ഗ്രില്ലായി വരുമ്പോഴത്തേക്കും നമുക്കൊരു കുഞ്ഞ് സലാഡും കൂടെ പ്രിപ്പയർ ചെയ്യാം. ഞാനിവിടെ റെഡ് ക്യാബേജ് ആണ് എടുത്തിട്ടുള്ളത്. ഇതുപോലെ കുഞ്ഞായിട്ട് കട്ട് ചെയ്തിട്ട് ഒരു പാത്രത്തിൽ ഇട്ട് കൊടുക്കുന്നുണ്ട്. റെഡ് ക്യാബേജിന് പകരം ലെറ്റ്യൂസോ നമ്മുടെ നോർമൽ ക്യാബേജോ ഒക്കെ നമുക്ക് യൂസ് ചെയ്യാവുന്നതാണ്. ഇത് കഴിഞ്ഞിട്ട് ഞാൻ അടുത്തതായിട്ട് ക്യാരറ്റ് ആണ് എടുത്തിട്ടുള്ളത്. ക്യാരറ്റും വളരെ ചെറുതായിട്ട് കട്ട് ചെയ്തിട്ട് ഈ റെഡ് ക്യാബേജിന്റെ മുകളിലേക്ക് ഇടുന്നുണ്ട്. ഏതൊരു ഭക്ഷണത്തിന്റെ കൂടെയും നമ്മൾ സലാഡ് കഴിക്കുന്നത് എന്തുകൊണ്ട് നമ്മുടെ ആരോഗ്യത്തിന് വളരെയധികം നല്ലതാണ്. ക്യാരറ്റ് കട്ട് ചെയ്ത ശേഷം കുക്കുംബറും അതേപോലെ തന്നെ ഒരു സവോളയും കട്ട് ചെയ്തിട്ടിട്ടുണ്ട്. അതിന്റെ മുകളിലേക്ക് കുറച്ച് ഉപ്പിട്ടിട്ട് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കുകയാണ്. നന്നായി മിക്സ് ചെയ്ത് ഈ ഒരു പരുവാകുമ്പോഴേക്കും ഇതിലേക്ക് നമ്മൾ വിനാഗിരി ആഡ് ചെയ്ത് കൊടുത്ത് വീണ്ടും നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കുന്നു. സോ നമ്മുടെ സലാഡ് റെഡി ആയിട്ടുണ്ട്. നമ്മൾ അങ്ങനെ ചിക്കൻ ഗ്രില്ല് ചെയ്യാൻ വെച്ചിട്ട് 40 മിനിറ്റിൽ 25 മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ട്. ഇനി ഇത് നമുക്കെല്ലാം ഒന്ന് തിരിച്ചു വെക്കാം. താഴെ ആ ഗ്രേവി വീണിട്ട് അതിങ്ങനെ ഭയങ്കര ഡ്രൈ ആയിട്ട് ഇരിപ്പുണ്ട്. അപ്പോൾ ഈ ഒരു സമയമാകുമ്പോഴത്തേക്കും ഞാൻ താഴത്തെ ട്രേ റിമൂവ് ചെയ്തിട്ടുണ്ടായിരുന്നു. അങ്ങനെ ബാക്കി 25 മിനിറ്റ് ചിക്കൻ നന്നായിട്ട് തിരിച്ചു വെച്ച് ഗ്രില്ലായി വന്നിട്ടുണ്ട്. സോ നമ്മൾ ചിക്കൻ പുറത്തെടുത്തിരിക്കുകയാണ്. പുറത്തെടുത്ത ഉടനെ തന്നെ നമ്മൾ കുറച്ച് ബട്ടർ ഈ ചിക്കൻ്റെ മുകളിലേക്ക് ഒന്ന് ബ്രഷ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. ഒരുപാട് ഡ്രൈ ആയി പോകാതിരിക്കാനാണ് ഇങ്ങനെ ചെയ്യുന്നത്. ആ ഒരു സോഫ്റ്റ്നെസ്സും ജ്യൂസിനെസ്സും ഒക്കെ അതേപോലെ തന്നെ നമുക്ക് കിട്ടുകയും ചെയ്യും.
അപ്പൊ നമ്മുടെ മയനൈസും അതേപോലെ തന്നെ സലാഡും റെഡി ആയിട്ടുണ്ട്. കൂടെ നമ്മുടെ ചിക്കൻ ഗ്രില്ലും ഇവിടെ റെഡി. ഇതിന്റെ കൂട്ടത്തിൽ ഞാൻ ഒരു ചപ്പാത്തിയാണ് എടുത്തിട്ടുള്ളത്. സോ ഇതാണ് നമ്മുടെ ചിക്കൻ ഗ്രിൽ എന്ന് പറയുന്നത്. അതിഭയങ്കരമായിട്ടുള്ള ടേസ്റ്റ് ആണ്. ടേസ്റ്റ് മാത്രമല്ല, ഒരുപാട് ഓയിലൊന്നും ചേർക്കാതെ ഒരുപാട് ഗ്രില്ല് ചെയ്ത് അല്ലെങ്കിൽ ഓയിലിനെ ഒരുപാട് ടെമ്പറേച്ചറിലിട്ട് ഫ്രൈ ആക്കാതെ ഒരു ക്യാൻസറസ് ഏജൻസ് ഒന്നും പ്രൊഡ്യൂസ് ആവാത്ത രീതിയിൽ നമ്മൾ വീട്ടിൽ തന്നെ കുക്ക് ചെയ്തെടുത്ത ഹെൽത്തി ഗ്രില്ലാണിത്. തീർച്ചയായിട്ടും വീട്ടിലുള്ള കുട്ടികൾക്കും മുതിർന്നവർക്കും ഒക്കെ ഒരേപോലെ ഇഷ്ടപ്പെടുന്ന ഒരു ഫുഡ് ഐറ്റം ആണ്. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം. എങ്ങനെയുണ്ടെന്ന് കമന്റ് ചെയ്ത് അറിയിക്കാൻ വേണം. അപ്പൊ നമ്മുടെ വീഡിയോ ആദ്യമേ കാണുന്നവർ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും ഷെയർ ചെയ്യാനും ലൈക്ക് ചെയ്യാനും മറക്കരുത്. താങ്ക്